മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഉപ്പ ഒരു മകനെ കൊണ്ടുവന്നു. മന്ത്രിക്കാരാണ് കൊണ്ടുവന്നത്. കാരണം കുട്ടിയുടെ സ്വഭാവം വളരെ മോശമാണ്. സാധാരണ നമ്മൾ പറയുന്നില്ല, കുട്ടി ഭയങ്കര തർക്കാണ്, അനുസരണയില്ല. അതുപോലെയുള്ള ഒരു കേസുമായി ഒരു ചെറിയ കുട്ടിയെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അടുത്തേക്ക് കൊണ്ടുവന്നു. ഗ്രൂപ്പ് കൊണ്ടുവന്നപ്പോ ഉടനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പിതാവിനോട് ചോദിച്ചു, ഈ കുട്ടിക്കെതിരായി നിങ്ങൾ വല്ലപ്പോഴും ദ്വാരന്നിട്ടുണ്ടോ എന്ന് ഉപ്പാനോട് ചോദിച്ചു. കുട്ടിക്കെതിരായിട്ട് നിങ്ങളൊരു ഉപ്പല്ല, എപ്പോഴെങ്കിലും ഈ കുട്ടിക്കെതിരായി നിങ്ങൾ ദ്വാരന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഉപ്പ പറഞ്ഞു, ഞാൻ മതേന്ന് പറഞ്ഞു, കുട്ടിക്കെതിരായിട്ട് ദ്വാരന്നിട്ടുണ്ട്. അങ്ങനെയല്ല, മക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും പല അനുസരണക്കേടും പറഞ്ഞതുപോലെ അനുസരിക്കാതിരിക്കൽ, അങ്ങനെ പല കുരുത്തക്കേടൊക്കെയും കാണിക്കുമ്പോ ഉപ്പമാര് ചിലപ്പോ ഉമ്മമാർ ആ കുട്ടിക്കെതിരായിട്ട് ദ്വാരം, നീ ഒരിക്കലും നന്നവരാണ്, സ്വന്തം മക്കള് നീ ഒരിക്കലും നന്നാവൂല, നീ നന്നാവണ്ട, ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ചില ആ ഒരു മിനിറ്റ് കൊണ്ട് സംഭവിച്ചു പോകുന്ന എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ദ്വാരക്ക. അപ്പൊ ആ ഉപ്പയോട് ചോദിച്ച്, നിങ്ങൾ ദ്വാരത്തിനാ? അപ്പൊ ഉപ്പ പറഞ്ഞു, ദ്വാരത്തിട്ടുണ്ടോ? അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വഭാവം മാറിയിട്ട് ഉപ്പയോട് മഹാനവരോട് ചോദിച്ചതില്, സ്വന്തം മോനെ നീ ചീത്തയാക്കിയിട്ട് ഇപ്പോ അവനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്? അതുകൊണ്ട് നീ അതിന് മരുന്നിലാവണം. കാരണം ഉപ്പാന്റെ ഉമ്മാന്റെ ദ്വാരത്തവല്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിഹായ ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ഒരിക്കലും ദുആ ചെയ്തു പോകരുത്. കാരണം ആ ഉപ്പാന്റെ ദ്വാക്ക് വലിയ ഫലമുണ്ടാവും. അതേസമയത്ത് ആ ഒരു ദ്വാരം കുർത്തക്കേട് കാണിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശത്തരം കാണിക്കുമ്പോ അതിന് നമ്മൾ ഓപ്പോസിറ്റായി ദ്വാരന്ന മതിയാണ്. ഉമ്മാന്റെ ദ്വാക്ക് ഇജാബത്തുണ്ട്, ഉപ്പാന്റെ ദ്വാക്ക് ഇജാബത്തുണ്ട്. പഠിച്ചവനെ എന്റെ മോനെ നീ നന്നാക്കിയല്ല എന്ന് ദ്വാരന്നാലോ ആ ദ്വാരം കബൂലാക്കിയാലോ എത്ര വലിയ സന്തോഷം. ചെറിയ ദ്വാരമല്ല, ഉമ്മാന്റെ ദ്വാ ഉപ്പാന്റെ ദ്വാ അത്ര വലിയ ദ്വാരാണ്. മഹാനായ നവവീമ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെയും അറിയുന്ന ചരിത്രത്തിൽ നവീമാമായത് എന്തുകൊണ്ടാണ്? പ്രായമുള്ള ഒരു ഉമ്മ രാത്രി ഉറങ്ങുന്ന സമയത്ത് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു. മഹാനായ നബി റളിയല്ലാഹു അൻഹു അപ്പൊ ചെറിയ കുട്ടിയാണ്, യഹിയ എന്ന പേരുള്ള ചെറിയൊരു കുഞ്ഞാണ്, 8 വയസ്സോ 10 വയസ്സോ എന്തോ ആയിട്ടുള്ള മോനാണ്. ഉമ്മ വെള്ളം ചോദിച്ചപ്പോ പെട്ടെന്ന് പോയിട്ട് ഒരു പാത്രത്തിൽ ഒരു ചൊമ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടാകുമ്പോ ഉമ്മാന്റെ അടുത്ത് എത്തി നോക്കുമ്പോ ഉമ്മ പറഞ്ഞിട്ട് ഉമ്മ പെട്ടെന്ന് കുടിച്ചു. പിന്നെ നമ്മളത് ഉമ്മനെ തട്ടിൽ വിളിക്കും, ഉമ്മ ഞാൻ വെള്ളം ചോദിച്ചിട്ടുണ്ട് കുടിക്ക്, ഞാൻ നിങ്ങളിപ്പോ ചെയ്ത് നമുക്ക് വേറെ പണിയുണ്ട്, മൊബൈൽ തോന്നാറുണ്ട്. ഇപ്പൊ അത് വലിയ പണിയതാണ്, മൊബൈലാണ്. തൊട്ടാൽ പിടിച്ചാലിരുന്നാലും മൊബൈലാണ്. എത്ര വലിയ കാര്യപ്പെട്ട ആളുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ആ ആളോട് വലിയ ആ താല്പര്യം ബഹുമാനം അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ മഹാനായ നബിമാമൻ ചെയ്തറിയോ, ഉമ്മാനെ വിളിച്ചില്ല, ഈ വെള്ളപാത്രം കൊണ്ടുപോയി അപ്പുറം വെച്ചില്ല. ഉമ്മാന്റെ തലഭാഗത്ത് ഇങ്ങനെ ഒടിച്ചിട്ട് ഒറ്റ നിർത്താം, രാത്രി മുഴുവൻ നിന്നു.
അതേപോലെ താജ്ജുദ് ഇരിക്കുന്ന സമയമാകുമ്പോ ഉമ്മാക്ക് ഷാർത്തായി നോക്കുന്നുണ്ട്. തലഭാഗത്ത് ഒരു പാത്രത്തിൽ വെള്ളം കുടിച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞമോ ഉമ്മ ചോദിച്ചു, എന്താ മോനെ? അല്ലമ്മ നിങ്ങൾ കുടിക്കാൻ വെള്ളം ചോദിച്ചല്ലേ? അപ്പൊ ഞാൻ കൊണ്ടുവന്ന് നിന്നതാണ്. അപ്പൊ എന്താ പിടിക്കാത്തെ? ഉമ്മാന്റെ വർക്ക് അതിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞ് പിടിക്കാത്തത്. ഉമ്മാന്റെ മനസ്സ് പൊട്ടിപ്പോയി. ആ താജ്ജുദിന്റെ സമയത്ത് 2 കൈകൾ ഉയർത്തിയിട്ട് ഒരു ദുആ, ഒറ്റ ദുആ, പഠിച്ചോനെ ഈ എന്റെ കുഞ്ഞുമോനെ ലോകത്തിലെല്ലാവരും അറിയപ്പെടുന്ന വലിയ ഒരു പണ്ഡിതനായി, ഒരു ആലിമായി നീ വളർത്തണേ അമ്മോ. പാതിരാത്രി സമയത്ത് താജ്ജുദിന്റെ നേരത്ത് സ്വന്തം കുഞ്ഞിക്ക് വേണ്ടി ദുആയിരുന്നു ഒരു ഉമ്മ. ഇമാമെന്ന് പറഞ്ഞാല് ഒരേ 100 വയസ്സ് വരെ ജീവിച്ചിട്ടൊന്നുമില്ല. 40 വയസ്സ് ജീവിച്ച മാരാണ്, ചെറിയ പ്രായമാണ്. പക്ഷെ ആ നവയിമാമം എഴുതിയ കിതാബ് 400 കൊല്ലം വായിച്ചാൽ പോലും തീർൂലാണ്. 400 കൊല്ലം വായിച്ചാൽ ഏതെന്ന് പറഞ്ഞ വായിച്ചു നോക്കിയാൽ പോലും തീരാത്തത്ര കിതാബുകൾ മാനവர்கள். അതെങ്ങനെ ഒരു കറാമത്താണ്. ഇപ്പൊ നവയിമാമെന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ആളുകളുണ്ടോ? നമ്മുടെ ഷാഫി മദാബിന്റെ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. അത്ര വലിയ പദവിയിലെത്തി. എന്താ കാരണം? എന്താ? പൈസ കൊടുക്കാതെ കിട്ടിയ ഒരു ദുആ, ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ദുആ. എന്താ പറഞ്ഞേ? മക്കളെ പല രൂപത്തിൽ ശപിച്ചുകൊണ്ടു അവർ നന്നാവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നതിന്റെ പകരം, പഠിച്ചോനെ എന്റെ മോനെ നീ നന്നാക്കിയല്ലോ, എന്റെ മോനെ നീ നന്നാക്കല്ലോ, എന്റെ മോനെ നീ നല്ല മനസ്സ്, നല്ല സ്വഭാവം കൊടുക്കല്ലോ എന്ന് 30 ദ്വാരുന്നാൽ ആ ദ്വാക്ക് വലിയ യാവത്ത്. അതല്ലാതെ അവർക്കെതിരായി ഒരിക്കലും ദ്വാരക്കരുത്. തങ്ങൾ ആ സ്വന്തം ഉപ്പാനെ ഓടിക്കാൻ ചെയ്തത്. സ്വന്തം മോനെ നീ കുറ്റവാളിയാക്കി, അവനെ മോശക്കാരനാക്കി, അവനെതിരായി ദ്വാരം ചെയ്ത് ഇപ്പോ അവന്റെ സ്വഭാവത്തിന്റെ പ്രശ്നം വന്നപ്പോ എന്റെ അടുത്ത് നീ മന്ത്രിക്കാൻ കൊണ്ടുവന്നതാണ്, ഓടിച്ചതാണ്. അതുകൊണ്ട് ഒരിക്കലും പാടില്ല. മക്കള് തർബിയത്ത് ചെയ്യുന്നതിന്റെ, മക്കള് നമുക്ക് നമ്മുടെ മക്കളായി മാറുന്നതിന്റെ ഏറ്റവും വലിയ ഘടകമാണ് നമ്മുടെ മക്കൾക്കെതിരായി ദ്വാരക്കാതിരിക്കാം. സാധുക്കളായ നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹുവിനെ നന്നാക്കി തരണേ. ജീവിതത്തിന് അറിയാതെ എപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്കെതിരായി നമ്മുടെ ആ മക്കളുടെ അനുസരണക്കേട് കൊണ്ട് നമ്മുടെ നാവിലോ മനസ്സിലോ അങ്ങനെയുള്ള വല്ല ദ്വാരയോ ചിന്തയോ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവനെ നീ കബൂലാക്കല്ലേ അല്ലാഹു, സ്വീകരിക്കല്ലേ റഹ്മാനെ, അല്ലാഹുവേ നീ സ്വീകരിക്കല്ലേ അല്ലാഹു. ചിലപ്പോ ചെറിയ 1 മിനിറ്റിന്റെ വെറുപ്പ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ വന്നുപോകുന്ന മിന്നുപോലെ വന്നു പോകുന്ന ചിന്തയാണ് പടച്ചവനെ, അല്ലാഹുവേ നീ അത് കബൂലാക്കല്ലേ അല്ലാഹു. നമ്മുടെ മക്കളെ നന്നായി കാണണം, നമ്മുടെ മക്കളെ നല്ല പച്ച പിടിച്ച് കാണണം എന്നത് ഓരോ ഉമ്മമാരുടെ സ്വപ്നമാണ്. അത് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹു. നമ്മുടെ മക്കളെ നീ നല്ല അതവുള്ള, അനുസരണയുള്ള, ദീനീ ബോധമുള്ള ആലിമീങ്ങളായ, അല്ലെങ്കിൽ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി നമ്മുടെ മക്കളെയും ഞങ്ങളെയും നീ വളർത്തണേ റഹ്മാനെ, വളർത്തണേ അല്ലാഹു. എത്രയോ ഉപ്പമാരുടെ മക്കൾ പല രൂപത്തിൽ ശാരീരികമായി, മാനസികമായി, പൈശാചികമായി തളർന്നു പോയവരാണ്. അല്ലാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നിട്ടും എല്ലാ മക്കളെയും ഞങ്ങളെയും നീ കരകയറ്റണേ അല്ലാഹു. എല്ലാ കണ്ണീറും നീ ബാത്തിലാക്കണേ അല്ലാഹു, സിഹ്റ് ബാത്തിലാക്കണേ അല്ലാഹു, ശൈത്വാനെ ബാത്തിലാക്കണേ അല്ലാഹു, എല്ലാവിധ ഫിത്നയും നീ ബാത്തിലാക്കണേ അല്ലാഹു. പടച്ചോനെ മനസ്സമാധാനത്തോടെ ശരീരത്തിന് ആഫിയത്തുള്ളതോടെ ഒരുപാട് കാലം ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഇബാദത്തിനായി കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു. അതിനെ തടസ്സപ്പെടുത്തുന്ന സർവ്വ രോഗങ്ങളും അല്ലാഹു ഞങ്ങളുടെ ഈ സദസ്സിലുള്ളവരുടെ, നമ്മുടെ വീട്ടുകാരുടെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ, ദുആ വസിയ്യത്ത് ചെയ്തവരുടെ ശരീരത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ, ബന്ധുക്കളുടെ, സ്നേഹിതന്മാരുടെ അല്ലാഹ് പടച്ചവനെ
ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, വസ്ത്രം തന്ന, ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകളുടെ, അവരുടെ കുടുംബക്കാരുടെ അല്ലാഹ് കൂട്ടത്തിൽ പലരും മരിച്ച് ഖബറിലാണ്. ഇവർക്കെല്ലാം നീ സ്വർഗം നൽകല്ലോ. ഖബർ നീ വെളിച്ചമാക്കണേ അല്ലോ. ഖബർ വിശാലമാക്കണേ അല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. നിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. നിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. നിഅ്മൽ മൗലാ ونعم النصير. صلى الله على محمد.